ജയന്തി, അമ്മിണി, കുഞ്ഞമ്മിണി, ശാരദ, ആലീസ്, ഇവറ്റകളെ ഒന്നും ഇന്ന് കാണാനില്ലല്ലോ. ഇല്ലെങ്കിലും ഇവറ്റകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലൊരു സുഖമാ. ആ വരാതിരിക്കില്ല, വരും, വരാതിരിക്കില്ല. അയ്യോ അത് ശരി, കാലത്തിന് തുടങ്ങി കളവോ പഞ്ചാര. ഏടോ ആയുസ് ഒടുങ്ങിയല്ലടോ, കുഴിയിലേക്ക് കാലുന്നിട്ടിരിക്കില്ലേ? പോയി വീട്ടിലോട്ട് പോയിക്കണോ, നാണില്ലാത്തവൻ. നീ വളാടുന്നു, നിന്നെക്കാളും 3-4 ഓണം കൂടുതലുണ്ട്. അപ്പൂപ്പ എങ്ങനെ അപ്പൂപ്പ അപ്പൂപ്പ നിന്റെ അപ്പൻ ഒന്ന് പോടാ കളവാ. ഒരാട്ട് കിട്ടിയാലും എന്താ, ആ ആട്ടിനുണ്ടായിരുന്ന ഒരു സുഖം നിന്റെ ആരും എടുത്തോളാം കേട്ടോ. ഛേ, ഇവളുമാരൊക്കെ എവിടെ പോയി കിടക്കുക? കൊള്ളാം. ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൂപ്പ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഏതാ? കണ്ടോ കണ്ടോ കണ്ടോ, ഇതാ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു കുഴപ്പം. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ളതിന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞുതരാം. അയ്യോ അപ്പൂപ്പ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പരാതി കൊടുക്കാനല്ല. പിന്നെ ഞാൻ അവിടെ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വന്ന വനിതാ പോലീസാ. നേരെ കിഴക്കോട്ട് പോയിട്ട് ഫസ്റ്റ് അടുത്തോട്ടുള്ള വഴി. അപ്പൊ അപ്പൂപ്പ വന്നില്ലേ? ഇല്ല, കാലിന് ഭയങ്കര വേദന, നടക്കാൻ പറ്റത്തില്ല, അതാ. അയ്യോ, ഒന്ന് തുടങ്ങി വച്ചതായിരുന്നു. ആ കണാകുണ പറയാനത് എൻ്റെ ഭാഗ്യം. ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? ഈ ജംഗ്ഷൻ അത്ര പന്തിയല്ല. ഇതിലെ കൂടി ആരെങ്കിലും ഒക്കെ വന്നാൽ മതിയായിരുന്നു. ആ വരുമായിരിക്കും. ഇതായിരുന്നോ? അത് കൊള്ളാമല്ലോ. ആണുങ്ങളുടെ മൂത്രപ്പെരയിൽ പെണ്ണുങ്ങളോ? ഈശ്വര, പരിസരത്തെങ്ങും ആരുമില്ല. നേരെ കയറി ചെന്നാലോ? അല്ല, ആര് കണ്ടാലും എന്നെ കുറ്റം പറയില്ലല്ലോ. അവരോടാരോ പറഞ്ഞ ആണുങ്ങളുടെ മൂത്രപ്പറ്റ കയറാൻ. ഇത് തന്നെ പറ്റിയ അവസരം. ദൈവമേ, നീ എനിക്ക് കൊണ്ടുതന്നതേ മലങ്കോളാ, മലങ്കോള്. ആദ്യം 2 പെണ്ണുങ്ങൾ ഇതിന്റെ അകത്തേക്ക് കയറിപ്പോയി, പിന്നാലെതാ കളവന് കയറി പോയേക്കണ്. എന്നെ ഒന്നും ചെയ്യല്ലേട്ടാ. 2 പെണ്ണുങ്ങളെ അതിനകത്തിട്ട് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അവരുടെ സ്വർണവും പണമൊക്കെ ആയിട്ട് കടന്നു കളയാൻ ശ്രമിക്കുന്നോടാ റാസ്കലേ. എന്റെ പൊന്നു മക്കളെ, ഇത് സ്വർണവും പണമൊന്നും അല്ല. പിന്നെ ഇത് കണ്ട ചിരട്ട. ഇതെന്താണോ ചിരട്ടയും പാവാടയൊക്കെ? അതെ, അങ്ങോട്ട് കുറച്ചു മുമ്പ് കേറിപ്പോയതേ പെൺപിള്ളേരല്ല. പിന്നെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ നേർച്ചയായിട്ട് താലപ്പൊലി എടുക്കാൻ സ്ത്രീവേഷം കെട്ടി വന്ന പുരുഷന്മാരാ. കണ്ടില്ലേ? അയ്യോ എന്റെ ദൈവമേ, ഇത് എന്നെ തല്ലരുത്. തല്ലുവാണെങ്കിൽ അങ്ങ് കൊന്നേക്കണം. ഇവിടെ മാത്രല്ല കളവന്മാരുടെ സ്വഭാവം, ഒരു ബസ് കയറി കഴിഞ്ഞാലും കളവന്മാരുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. നിർത്ത്. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ തല്ലാതെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്ക്. ശരി, നമ്മൾ ഇത്രയും പേരുടെ തല്ലും പോരാഞ്ഞിട്ട് ഇനി പോലീസുകാരുടെ തല്ലും ഇറക്കിട്ട. അതല്ലടാ മക്കളെ, അവിടെ ആവുമ്പോ വനിതാ പോലീസ് ഉണ്ടാവില്ല. അവിടെ എനിക്കൊരു സുഖമുണ്ട്. മോൾ എന്നെ എത്ര വേണേലും തല്ലിക്കും. എന്താ പ്രശ്നം? എന്താ എന്റെ പൊന്ന് സാറേ, ഈ നിൽക്കുന്ന പാവം പെൺകുട്ടിയെ ഈ നിൽക്കുന്ന കൂപാരൻ ബസ്സിൽ വെച്ച് ശല്യപ്പെടുത്തി. ഇയാളെ വെറുതെ വിടരുത്, ഇയാളെ കൂമ്പിടിച്ച് വാട്ടണം. എന്നെ കൂമ്പിടിച്ച് വാട്ടാൻ പറ്റിയ വനിതാ പോലീസ് ഒന്നും ഈ സ്റ്റേഷനിൽ ഇല്ലേ? നിങ്ങൾക്കറിയാമോ, ഇന്ന് നേരം വെളുത്ത് ഇയാളെയും കൂടി കൂട്ടിയത് 3ാമത്തെ കേസാ. നോക്ക്, സാർ എന്ത് പരിപാടിയായി കാണിക്കണേ? ഞങ്ങൾ വന്നപ്പോ തൊട്ട് ഈ 2 എണ്ണങ്ങളെ ഇട്ട് ഇഞ്ച
പരുവത്തിനിട്ട് ഇടിക്കുക. ഇയാളെ ഒന്നും നുള്ളിപ്പോലും നോവിക്കണില്ലല്ലോ. ഓ, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഈ ലോകത്തുള്ള എല്ലാ ചീത്തപ്പേരും ഞാൻ സഹിക്കാം. സ്വന്തം തന്തേനെ തല്ലി എന്നുള്ള ചീത്തപ്പേര് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റൂല. ആ നിക്കണത് എന്റെ തന്തയാ.